അയോധ്യ രാമക്ഷേത്രം ചൊവ്വാഴ്ച ഭക്തർക്കായി തുറന്നു കൊടുക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20-നും 12:30-നും ഇടയിലായിരുന്നു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ക്ഷേത്രത്തിലെ ദർശനവും ആരതി സമയവും നമുക്ക് അറിയാനും സാധിക്കും. രാവിലെയും വൈകിട്ടും വിശ്വാസികൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. രാവിലെ 7 മുതൽ 11:30 വരെയാണ് രാവിലെ ദർശന സമയം. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 7 വരെയും. രാവിലെ 6:30-നാണ് ദർശനത്തിന് മുമ്പായുള്ള ശൃംഗാരാരതി. വൈകിട്ട് 7:30-ന് സന്ധ്യ ആരതി നടത്തും. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് പാസ് ആവശ്യമില്ല. എന്നാൽ ആരതി സമയത്ത് പ്രവേശിക്കാൻ മുൻകൂട്ടി പാസുകൾ എടുക്കണം. ഓഫ്ലൈനായും ഓൺലൈനായും വിശ്വാസികൾക്ക് പാസ് ലഭിക്കും. ക്ഷേത്രത്തിൽ നേരിട്ട് പോയി പാസ് എടുക്കുന്നവർ ആരതി സമയത്തിന് 30 മിനിറ്റ് മുമ്പെങ്കിലും പാസ് കൈപ്പറ്റണം. ക്ഷേത്ര പരിസരത്ത് ക്യാമ്പ് ഓഫീസിൽ നിന്നും ഇത് ലഭിക്കും. ഇതിനായി തിരിച്ചറിയൽ രേഖ ആവശ്യവുമാണ്. ഓൺലൈനായും പാസിന് അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ പാസ് ലഭിക്കുകയും ചെയ്യും. ആരതിക്കോ ദർശനത്തിനോ ആവശ്യമായ സമയവും തിരഞ്ഞെടുക്കാം. ആവശ്യമായ വിശദാംശങ്ങൾ നൽകുക. നിങ്ങളുടെ ബുക്കിംഗ് പൂർത്തിയാക്കാനും പാസ് നേടാനും മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുകയും വേണം. നിലവിൽ ഓൺലൈൻ ബുക്കിംഗുകൾ ആരംഭിച്ചിട്ടില്ല. അപ്ഡേറ്റുകൾക്കായി വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ വിമാനത്താവളവും അയോധ്യധാം റെയിൽവേ സ്റ്റേഷനും വിശ്വാസികൾക്ക് ആശ്രയിക്കാം. കഴിഞ്ഞ ഡിസംബർ 30-നായിരുന്നു വിമാനത്താവളം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ക്ഷേത്രത്തിലെത്താൻ ഓട്ടോറിക്ഷകളും സൈക്കിൾ റിക്ഷകളും ധാരാളമായി ലഭിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ഇത്. രാജ്യം ഒരേപോലെ ആഘോഷിച്ചുവെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമായി തന്നെയാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പലർക്കും ഭിന്നാഭിപ്രായങ്ങളുമുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും നേതാക്കന്മാർ പങ്കെടുക്കാതിരുന്നതും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ധാരാളം സിനിമ കായിക താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. രജനികാന്ത് മുതൽ അമിതാഭ് ബച്ചൻ തുടർന്ന് പിന്നീട് അങ്ങോട്ട് സൗത്ത് ഇന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള താരനിരയും അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു.